ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രൊക്രാസ്റ്റിനേഷനാണ്. അതായത് ഒരു കാര്യം നീട്ടി വെക്കുക. ഇന്ന് വേണ്ട, നാളെ ചെയ്യാം പറഞ്ഞിട്ട്. ശരിക്ക് അതൊരു മടിയായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? സമയത്ത് അതിനെ അതിനെ മറികടക്കാനുള്ള ഒരു പ്രയാസമാണ് നമ്മൾ ശരിക്കും ആ ഒരു സമയത്ത് ഡൗൺ ആവുന്നത്. ഇപ്പൊ ബ്രെയിൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. പെട്ടെന്ന് അവിടെ ആശ്വാസം കിട്ടണം, പെട്ടെന്ന് കാര്യം നടക്കണം എന്നുള്ളതാണ് ബ്രെയിൻ. ലോ എനർജിയിൽ പെട്ടെന്ന് കാര്യം നടക്കണം എന്നാണ് ബ്രെയിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കാണുന്ന സമയത്ത് അതുകൊണ്ടാണ് പെട്ടെന്ന് പേടി വരുന്നത്, മടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു ഒരു ഒന്ന് സ്ക്രോൾ ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അവിടെ താൽക്കാലിക ആശ്വാസം കണ്ടെത്തുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക. ഇതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നടക്കുന്നത് അവിടെ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നെന്നുള്ളൂ. പിന്നെ അതെന്തൊക്കെയാണ്? പിന്നെ അത് വലിയ സ്ട്രെസ്സായിട്ട് നമ്മളിലേക്ക് വരികയാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 5 സെക്കൻഡ് റൂളാണ്. ഒന്നാമത്തേത് 5 സെക്കൻഡ് റൂള്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്യാം. 5 4 3 2 1 എന്ന് പറഞ്ഞിട്ട് അത് കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ 5 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തേത് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഏതൊരു കാര്യവും നമ്മൾ ആ വലുതായി ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് അത് മാത്രം സ്റ്റാർട്ട് ചെയ്യാം, ജസ്റ്റ് ഒന്ന് തുടങ്ങുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗീവ് യുവർ സെൽഫ്. നമുക്ക് പലപ്പോഴും നമ്മുടെ മുന്നേ നമുക്ക് സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളെ കുറിച്ചുള്ളൊരു ഭീതിയാണ് ശരിക്കും നമ്മളെ ഡൗൺ ആക്കുന്നത്. ആ സമയത്ത് നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് പകുതി നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാറുണ്ട് അല്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ടത് പെർഫെക്ഷൻ നോക്കുകയേ ചെയ്യരുത്. പെർഫെക്ഷൻ ഒരിക്കലും നമുക്ക് തുടങ്ങാൻ നമ്മളെ സമ്മതിക്കില്ല. അതിന് പകരം പ്രോഗ്രസ് നമ്മൾ ഫോക്കസ് ചെയ്യുക. പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്ത് പരാജയപ്പെട്ടു, ഓക്കെ, അതിൽ നിന്ന് പഠിച്ച് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരിക്കലും നാളത്തേക്ക് എന്നുള്ളൊരു സംഗതി ഇല്ല കേട്ടോ. നമുക്ക് ഇന്ന് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക, ചെയ്ത് തുടങ്ങുക. ശരിയല്ലേ?